ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആണ്, അതായത് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് അൽഗോരിതം. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ് പഠിക്കാനുള്ളത്, ട്രെയിനിങ് അൽഗോരിതവും ടെസ്റ്റിംഗ് അൽഗോരിതവും. അപ്പോൾ ട്രെയിനിങ് അൽഗോരിതത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ഔട്ട്പുട്ട് ക്ലാസും മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ക്ലാസും. അതായത് സിംഗിൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഔട്ട്പുട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആക്ച്വലി ട്രെയിനിങ്ങിന്റെ അൽഗോരിതം ആണ് പഠിക്കാനുള്ളത്. ആ അൽഗോരിതം വെച്ചൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം സിംഗിൾ ഔട്ട്പുട്ട് ക്ലാസിന്റെ അൽഗോരിതം പറഞ്ഞു തരാം. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല മൾട്ടിപ്പിളും സിംഗിളും തമ്മിൽ. സിംഗിൾ പഠിച്ചാൽ മൾട്ടിപ്പിൾ പഠിക്കാൻ എളുപ്പമാണ്, കാരണം സിംഗിൾ പോലെ തന്നെയാണ് മൾട്ടിപ്പിളും. പിന്നെ ചില സ്ഥലത്ത് ഔട്ട്പുട്ട് ഡബിൾ ചെയ്യുന്നു എന്നും കൂടെ പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ജനറൽ എക്സാമിന് മൾട്ടിപ്പിൾ ഔട്ട്പുട്ടിന്റെ ആയിരിക്കില്ല ചോദിക്കുന്നത്, ചിലപ്പോൾ ജനറൽ ആയിട്ട് ട്രെയിനിങ് അൽഗോരിതം എഴുതാൻ പറഞ്ഞാൽ സിംഗിൾ ഔട്ട്പുട്ടിന്റെ ജനറൽ അൽഗോരിതം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇനിഷ്യലി നമ്മൾ ആദ്യം ഇൻപുട്ട് എല്ലാം അസൈൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് അവർ ഇൻപുട്ട്. നമ്മുടെ ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് കാൽക്കുലേറ്റ് ദ നെറ്റ് ഇൻപുട്ട്. അതാണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അല്ലെ ചുമ്മാ നമ്മൾ കൊടുക്കുന്ന എ ഈസ് നോട്ട് എൻ ഇൻപുട്ട് അല്ലെ. ഇപ്പൊ വി ആർ ഗിവിംഗ് മോർ ദൻ വൺ ഇൻപുട്ട് ടു എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് എ ബി സി എക്സെട്ര. വാട്ട് വിൽ ബി ദ നെറ്റ് ഇൻപുട്ട്, അതായത് എന്താണ് എ പ്ലസ് ബി പ്ലസ് സി, അതൊക്കെ ആയിരിക്കും നെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഹിയർ മെന്റ് ബൈ ദ നെറ്റ് ഇൻപുട്ട്. ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ബി ഒബ്റ്റെയിൻഡ് ബൈ അപ്ലൈയിങ് ദ ആക്ടിവേഷൻ ഫംഗ്ഷൻ ദാറ്റ് ഇസ് കാൽക്കുലേറ്റഡ് from the net input. That we all know that there should not be any extra clarifications in that. And the next one is about the error correction. I have already mentioned about the error correction. We should first check we should compare it with the target and the desired value. Whether if the target and desired value is not equal, then there will be an error occurred and we should update the weight. If there is no change in the value, then we should not update the weight. We should give it as it is. Okay, so we can move to the algorithm. First step. What is the first step? First step is we should initialize a weight and bias. First we should set the weight and bias value as 0. So W is equal to 0, bias is equal to 0. And then we should initialize the learning rate. That is, learning rate is what do you mean by alpha value. So it can be between 0 and 1 value. So any of the value between 0 and 1 is called as a fuzzy value. നമ്മൾ ഫസി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഈ 0-ന്റെ 1-ന്റെ ഇടയ്ക്കുള്ള വാല്യൂ നമ്മൾ ഫസി വാല്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, for simplicity alpha is set to 1. അപ്പൊ നമ്മൾ ആദ്യം എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് we are setting the value of alpha as 1. So next step 1 is perform step 2 to 6 until the first stopping condition obtained. So what is a stopping condition? നമ്മൾ ഇനി അങ്ങോട്ടേ പോകത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഇസ് ഫാൾസ് ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, 2 to 6 നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. And next one is so step number 2 is perform 3 to 5 for each training pair indicated by S to T. അതായത് ഓരോ പെയർ ആയിട്ടായിരിക്കും നമ്മൾ ഓരോന്നിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, step 3, this is where we should start our algorithm with the input layer containing input unit input layer containing input unit is applied with identity activation function, that is xi is equal to si. Okay, ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഓരോ ഇൻപുട്ടിന് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 4, അവിടെ തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ ആദ്യം നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. y ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ബയാസ് പ്ലസ് ദ കറസ്പോണ്ടിങ് വാല്യൂ. നമുക്ക് എന്നിന്റെ വാല്യൂസ് ഒക്കെ നമുക്കറിയാം, നമ്പർ ഓഫ് ഇൻപുട്ട് ലെയർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കണം. അതാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇറ്റ് ഹാസ് എ സ്പെസിഫിക് എന്താണ് ത്രെഷോൾഡ് വാല്യൂ. സോ ഇഫ് ദ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ്, then we will give a value as 1. If it is between the threshold, then we will give the value as 0. And if it is beyond the value, then we will give the threshold as -1. Okay. Next step number 5, we should calculate the weight error, whether if we have obtained an error between, that is the input and the target and the desired value. If there is any error, we should update the weight. That is, if y is not equal to t, then we should update the weight. wi new is equal to wi old plus alpha t xi, and b of new is equal to b of old plus alpha t. Okay, if there is no error obtained, എന്താണ് maintain it as such അല്ലേ, വെയിറ്റ് സെയിം അത് തന്നെയായിരിക്കും. wi new is equal to wi old, b new is equal to b old. ഇനി ലാസ്റ്റ് step number 6, when will we train the system? We will train the network until there is no weight change ഉണ്ടാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സപ്പോസ് ഒരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാല് സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും സ്റ്റെപ്പ് 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
അതായത് നമ്മൾ വെയിറ്റ് ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫ്ലോ ചാർട്ട് നോക്കാം. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട്, ഇനിഷ്യലൈസ് ദ വെയിറ്റ് ആൻഡ് ബയാസ്, സെറ്റ് ആൽഫ ദാറ്റ് ഇസ് ദ ലേണിംഗ് റേറ്റ് ടു 0 or 1 ഫോർ ഈച്ച് എസ് ടു ടി. അതായത് ഓരോരോ ഇൻസ്റ്റൻസ് ആയിട്ട് എടുക്കുവാണേ, കാണാമോ, ഓരോരോ ഇൻസ്റ്റൻസ് ആയിട്ട് എടുക്കുവാണേ, ഓരോരോ ഇൻസ്റ്റൻസ് ആയിട്ട് എടുക്കുവാണ്. എന്നിട്ട് എന്താണ്, ആക്ടിവേറ്റ് ഇൻപുട്ട് യൂണിറ്റ്സ് എക്സ് ഐ ഇസ് ഈക്വൽ ടു എസ് ഐ. ഇപ്പൊ അത് യെസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരിക, നോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, യെസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, നോ ആണെന്നുണ്ടെങ്കിലാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇത് നോ ആണേ. ഓക്കെ, നോ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക. ഇനി ആക്ടിവേറ്റ് ഇൻപുട്ട് യൂണിറ്റ്, ഓരോന്ന് ആക്ടിവേറ്റ് ചെയ്യുക, ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കുക, നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കുക, ചെക്ക് ചെയ്യുക വെദർ വി ഹാവ് എനി എറർ ഓർ നോട്ട്. എറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. എറർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വെയിറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. വെയിറ്റ് ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. വെയിറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും അടുത്ത പെയർ എടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഡയഗ്രാം. ഇതാണ് സിംഗിൾ ഔട്ട്പുട്ട്. കണ്ടോ, ഒരുപാട് ഇൻപുട്ട് ഉണ്ട്, ബയാസും ഉണ്ട്, സിംഗിൾ ഔട്ട്പുട്ടേ ഉള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല, ഒന്നിലധികം ഔട്ട്പുട്ടുകൾ കാണും. അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇനി മൾട്ടിപ്പിളും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കിക്കോ, ഫസ്റ്റ് നമ്മൾ ഇതുപോലെ വെയിറ്റും ബയാസും ഇനിഷ്യലൈസ് ചെയ്യും, സ്റ്റോപ്പിംഗ് കണ്ടീഷൻ പെർഫോം ചെയ്യുക 2 to 6, വീണ്ടും 3 to 5 ബൈപോളാർ അല്ലെങ്കിൽ ബൈനറി ട്രെയിനിങ് വെക്ടർ പെർഫോം ചെയ്യുക, ട്രെയിനിങ് പാസ് എടുക്കുക, S2T എടുക്കുക, പിന്നെ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കുക. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുക, ത്രെഷോൾഡ് കിട്ടും. പിന്നെ ഇനി സ്റ്റെപ്പ് നമ്പർ 5 ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് വെയിറ്റിൽ കൊടുക്കുന്നത്. അതിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇത്ര നേരം ഐ മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ ഒരു ജെ എന്ന വേരിയബിളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഔട്ട്പുട്ട് ഒരുപാടെണ്ണം ഉള്ളത് കൊണ്ടാണ് ജെ എന്ന വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു 1 to n. എന്നിട്ട് എന്ത് ചെയ്യുക, ടി ജെ സി നോട്ട് ഇത്, അതായത് ടാർജറ്റും ഔട്ട്പുട്ടും ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ടാർജറ്റും ഇൻപുട്ടും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നോക്കിക്കോളാം, ഐ ജെ എന്നാണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഔട്ട്പുട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ഒന്നിലധികം ഔട്ട്പുട്ട് ഉള്ളത് കൊണ്ടാണ് ജെയും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി അവസാനം സ്റ്റോപ്പിംഗ് കണ്ടീഷൻ ഇതാ. കണ്ടോ, ഇതാണ് ഇതിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം ഇൻപുട്ടുകളുണ്ട്, ഒന്നിലധികം ഔട്ട്പുട്ടുകളുണ്ട്. മറ്റേ നേരത്തെ നമ്മൾ കണ്ടതിൽ ഒരു ഔട്ട്പുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മൾ ഐ ജെ എന്ന പാരാമീറ്റർ യൂസ് ചെയ്തില്ല. ഇവിടെ കണ്ടോ, ജെ എന്ന പാരാമീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഒന്നിലധികം ഔട്ട്പുട്ട് യൂണിറ്റ്സുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് അൽഗോരിതം ആണ്. ടെസ്റ്റിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്തോ ഇനി അതിനെ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് സീറോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇവിടെ എല്ലാ വെയിറ്റ്സിനെയും ഇനിഷ്യലൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 0യോ 1ഓ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഇൻപുട്ട് വെക്ടർ ആയിട്ട് എടുക്കുക. അതായത് ഓരോരോ ഇൻപുട്ട് ആയിട്ട് എടുക്കുക. കണ്ടോ, ഈച്ച് ഇൻപുട്ട് വെക്ടർ എക്സ് ടു ബി എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഇനി സെറ്റ് 2 എന്ന് പറയുന്നത് എന്താണ്, ഓരോന്നിനും ഓരോ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇനി അവിടുത്തെ റെസ്പോൺസ് കിട്ടുക. അതായത് ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്, നെറ്റ് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ആക്ടിവേഷൻ ഫംഗ്ഷൻ മാത്രം കിട്ടുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ടെസ്റ്റിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ടെസ്റ്റ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി, നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ വരെ കൊടുത്താൽ മതി. നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ട്രെയിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യം വരിക, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരിക. ഓക്കെ.